ഹലോ, നമസ്കാരം. ഇന്ന് മെഡിറ്റേഷൻസ് ഫോർ മോർട്ടൽസ്, മർത്യർക്ക് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ്, അതായത് ചില ചിന്തകൾ. ഒലിവർ ബർഗ്മാൻ്റെ ഇതിനു മുമ്പ് ഒരു പുസ്തകം 4000 വീക്സ് എന്നുള്ളത് വളരെ ഫേമസ് ആയിരുന്നൊരു പുസ്തകമായിരുന്നു. അതായത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവർ വരെ നമുക്ക് ഏതാണ്ട് കയ്യിലുള്ളത് 4000 ആഴ്ചകളാണെന്നുള്ളതാണ്. അപ്പോഴത്തേക്കും ജീവിതം വളരെ ചെറുതാണെന്നുള്ളത് തോന്നിപ്പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് 4 ആഴ്ചകളെക്കുറിച്ചാണ്. 4 weeks ടു എംബ്രേസ് യുവർ ലിമിറ്റേഷൻസ് ആൻഡ് മേക്ക് ടൈം ഫോർ വാട്ട് കൗണ്ട്സ്. 4 ആഴ്ചകളിലൂടെയാണ് ആ പുസ്തകം പോകുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം വായിക്കുന്നതിൻ്റെ രീതി അദ്ദേഹം നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഒരു ചാപ്റ്റർ വായിക്കുക. അങ്ങനെ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ, അങ്ങനെ 4 ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഒന്നും റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തരുത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ചാപ്റ്റർ വായിക്കുക, 2 പേജിൻ്റെ ഒരു ചാപ്റ്ററാണ് ഓരോന്നും. അപ്പോൾ ഒരു ചാപ്റ്റർ വായിക്കുക, പിന്നെ അത് ആ ദിവസം ആ ചാപ്റ്റർ നിങ്ങളിലൂടെ സഞ്ചരിക്കട്ടെ, അതിന്ന് റീറ്റെയിൻ ചെയ്യാനോ നോട്ട് എടുക്കാനോ നോക്കരുത് എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മളുടെയൊക്കെ പുസ്തകം വായിക്കുന്നതിൻ്റെ ഒരു രീതി കണക്കിന് നമ്മൾ അടിപൊളി പോയിൻ്റ് ആണല്ലോ എന്ന് എഴുതിയെടുക്കണല്ലോ എന്നുള്ള ലൈനിൽ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചല്ല ഞാൻ പുസ്തകം വായിച്ചത്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഈ പുസ്തകം വായിക്കണം. ഐ തിങ്ക് ഇറ്റ് ഈസ് ഗുഡ്. കുറേ റിവീലിംഗ് ആയിട്ട് നമ്മളെക്കുറിച്ചും വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇതായിട്ട് തോന്നി. അപ്പോൾ അത് ഓരോ ആഴ്ചത്തേക്കും ഓരോ ഇതുണ്ട്. അതായത് ബീയിങ് ഫൈനൈറ്റ്, ആദ്യത്തെ സംഭവം തന്നെ നമ്മൾ ഭയങ്കര ലിമിറ്റഡ് മനുഷ്യനാണെന്ന്, നമ്മളുടെ ലിമിറ്റേഷൻ എംബ്രേസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ പറയണം, യു ഡോണ്ട് ഹാവ് എനി ലിമിറ്റ്സ്, സ്കൈ ഈസ് ദ ലിമിറ്റ്. അത് നോ എന്ന് പറയാൻ പറ്റില്ല, ഇമ്പോസിബിൾ എന്നുള്ളൊരു വാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ അദ്ദേഹം പറയുന്നത് നമുക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, ആ ലിമിറ്റേഷൻസ് എംബ്രേസ് ചെയ്യുക. അതായത് നമ്മളുടെ ലിമിറ്റേഷൻസ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം സമയം ലിമിറ്റഡ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സമയം ലിമിറ്റഡ് ആയതുകൊണ്ട് സംടൈംസ് ദ പ്രസൻറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അതിൽ പറയുന്നൊരു കഥ, ഒരു ജാപ്പനീസ് ടീ ഒരു റിച്വൽ ഉണ്ട്. നിങ്ങൾ 4 പേര് കൂടിയിട്ട് ചായ കുടിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മാത്രമേ അങ്ങനെ ഒരു ചായ കൂടി ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ഫ്യൂച്ചറിലോ പാസ്റ്റിലോ അങ്ങനത്തെ ഉണ്ടായിട്ടില്ല. അത് ആ ഒരു മൂമെൻറ്റിന് മാത്രം അവകാശപ്പെട്ടതാണ് ആ ചായ കൂടി. ചിലപ്പോൾ നിങ്ങൾ 4 പേരും കൂടി വീണ്ടും ചായ കുടിക്കാൻ പോയി നിൽക്കും, അതേ സ്ഥലത്ത് അതേ ടേബിളിൽ ഇരുന്നു എന്നിരിക്കും. പക്ഷേ മുമ്പ് ഇരുന്ന് സ്പെൻഡ് ചെയ്ത സമയം അത് വളരെ യുണീക്കാണ്. അപ്പോൾ ആ പ്രസൻറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് പറയുന്ന സംഭവത്ത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ലിമിറ്റേഷൻസിനെ നമ്മൾ എംബ്രേസ് ചെയ്യണം. ഇംപെർഫെക്ഷൻ എംബ്രേസ് ചെയ്യണം. എല്ലാവരും പെർഫെക്റ്റ് ആവാൻ വേണ്ടി ഒരു ശ്രമമാണ്. ചിലർക്ക് ധാരണയുണ്ട് അവർ പെർഫെക്റ്റ് ആണെന്നുള്ളത്. പക്ഷെ നമ്മളുടെ ഇംപെർഫെക്ഷൻസ് നമ്മളുടെ ഭാഗമാണ്. എനിക്കിപ്പോൾ ചില കാര്യങ്ങളൊന്നും ഞാൻ മര്യാദയ്ക്ക് ചെയ്യാറില്ല. അത് മര്യാദയ്ക്ക് ചെയ്യില്ല എന്നും വിചാരിച്ച് ഞാൻ വേവലാതിപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നന്നായിക്കൊള്ളുന്നില്ല. സംടൈംസ് ഐ ഹാവ് ടു ആക്സെപ്റ്റ്. 100 കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ദാറ്റ് ഇസ് വർത്ത് ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇംപെർഫെക്ഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ എംബ്രേസ് ചെയ്യണം. പിന്നെ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി റിട്ടയർ ചെയ്ത് പിന്നെ പുസ്തകം വായിക്കാൻ തുടങ്ങണം പറയും. നമ്മളുടെ എല്ലാ പണിയും തീർന്നിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ സമയം കണ്ടെത്തില്ല. കാരണം അപ്പോൾ വേറെ എന്തെങ്കിലും വരും. ഇപ്പോൾ പുസ്തകം വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്തിട്ട് വേണം പുസ്തകം വായിക്കാൻ എന്നുള്ളത് വിചാരിച്ചു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് പുസ്തകം വായിക്കുന്ന ഒരാൾക്കാരുണ്ടാവും കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ പുസ്തകം വായന എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ദിവസവും കുറച്ച് നേരം വായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കണ്ടെത്തുന്നതാണ്. ആർക്കറിയാം, എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എല്ലാ ഉത്തരവാദിത്വവും തീർന്നിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി സമയം കിട്ടും തോന്നുന്നുണ്ടോ? സാധ്യതയില്ല. അപ്പോൾ ദർ ഇസ് നെവർ ഗോയിങ് ടു ബി എ പോയിന്റ് ഇൻ ദ ഫ്യൂച്ചർ വെയർ എവ്രിതിങ് ഇസ് ഡൺ, എല്ലാ പണിയും തീർന്നു എന്നുള്ള ഒരു ഫ്യൂച്ചർ പോയിന്റ് വരില്ല എന്നുള്ളത്. ഇത് നമ്മളോട് പറയുന്നത് നമ്മുടെ പ്രസൻറ്റ് കുറച്ചും കൂടെ നമ്മൾക്ക് to live the
പ്രസൻറ്റ് എ ബിറ്റ് മോർ ബെറ്റർ എന്നുള്ളതാണ്. പിന്നൊന്ന് അദ്ദേഹം പറഞ്ഞത് ഫ്യൂച്ചർ യു വേഴ്സസ് പ്രസൻറ്റ് യു. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ, എൻ്റെ ഫ്യൂച്ചറിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് വൈറലായി ഒക്കെ, അതൊക്കെ ഫ്യൂച്ചർ ഞാനാണ്. ആ ഫ്യൂച്ചർ ഞാൻ എന്നെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ പ്രസൻറ്റ് മീ എന്നുള്ളത്. ഐ ഹാവ് ടു ഹാവ് എൻജോയ്മെൻറ്റ് ഇൻ ഡൂയിങ് ദിസ് വീഡിയോ ടു യു. ഐ ഹാവ് ടു ഏൺ എൻജോയ്മെൻറ്റ്. ഞാൻ നിങ്ങളോട് ഇത് പറയുന്ന സമയത്ത് ഈ പുസ്തകം വായിച്ചതിൻ്റെ സന്തോഷം എനിക്ക് വേണം. അതെനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, അതാണ് എൻ്റെ പ്രസൻറ്റ്. ആ ഫ്യൂച്ചർ യു എന്നുള്ളതിന് പകരം പ്രസൻറ്റ് യുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളത്. ഡെഫിനിഷൻ ഓഫ് ഡൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് ഞങ്ങളുടെ. അതായത് എപ്പോഴാണ് നമ്മൾ ഒരു സാധനം കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുക. കുറേ ആൾക്കാർക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ തുടങ്ങിയ സാധനം പൂർത്തിയാക്കിയില്ല എന്നുള്ളത്. അതിനൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എത്രയോ സിനിമകൾ തുടങ്ങിയിട്ട് തീർക്കാതിരുന്നിട്ടുണ്ട്, സീരീസുകൾ, പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയിട്ട് 20 പേജൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുന്നോട്ട് നീങ്ങില്ല. കാരണം ഒരു പുസ്തകത്തെക്കാളും ഒരു സിനിമയെക്കാളും ഒരു TV സീരിയലിനെക്കാട്ടുമൊക്കെ എത്രയോ വിലപ്പെട്ടതാണ് എൻ്റെ സമയം, എൻ്റെ ജീവിതം. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്തൊരു പുസ്തകം, ഇഷ്ടമില്ലാത്ത ഒരു സിനിമ, ഇഷ്ടമില്ലാത്തൊരു സീരീസൊന്നും ഞാൻ കാണാൻ വേണ്ടി ഇരിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അതിനെക്കാട്ടും പ്രഷ്യസാണ് എൻ്റെ ജീവിതം. അപ്പോൾ നമ്മൾ എന്താണ് ഡെഫിനിഷൻ ഓഫ് ഡൺ എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ പുസ്തകങ്ങളുടെ കാര്യത്തിലൊന്നും വായിച്ചു തീർന്നില്ല, ഒരു വിഷയമല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും പലതും ചെയ്ത് തീർക്കുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അന്വേഷിക്കണം. ചില സാധനങ്ങൾക്ക് കംപ്ലീഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വി ഹാവ് ടു ഡിസൈഡ് ദിസ് ഇസ് വെയർ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ഡൂയിങ് ദിസ് ആക്ടിവിറ്റി. അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഓഫ് ഡിഫൈനിങ് ഓർ റീഡിഫൈനിങ് വാട്ട് കംപ്ലീഷൻ മീൻസ്. ഫോക്കസിനെ പറ്റി ഇദ്ദേഹം കുറേ പറയുന്നുണ്ട്. അതായത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്തിട്ട് കാര്യം ചെയ്തത്. അതിൽ ഇദ്ദേഹം ചില എക്സാമ്പിൾ വഴിയൊക്കെ പറയുന്നുണ്ട്. 3 മണിക്കൂർ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം നമ്മളെ പണിയൊക്കെ തീരുന്നുള്ളത്. ആൾക്കാർ ഞങ്ങളുണ്ട് 8 മണിക്കൂർ, 10 മണിക്കൂർ, 14 മണിക്കൂർ പണിയെടുക്കുന്നതിൽ. ഇപ്പം നോളേജ് വർക്കേഴ്സിൻ്റെ ഇതിൽ ദർ ആർ മീറ്റിംഗ്സ് വൺ ആഫ്റ്റർ ദ അതർ ആൻഡ് എവറിത്തിങ്. പക്ഷെ 3 hours ഓഫ് ഫോക്കസ്ഡ് വർക്ക് ടൈം കിട്ടുകയാണെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന ആളാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ 3 hours ഓഫ് ഫോക്കസ് ടൈം തന്നെ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ, അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. നമ്മളുടെ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് ഓവർ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഈ പ്രൊഡക്ടിവിറ്റി ഡെറ്റ് തന്നെ സാധനമുണ്ട്. പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ എപ്പോഴും 5 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദിവസം തുടങ്ങുന്നു, ചെയ്തു തീരാത്ത 15 കാര്യങ്ങളുമായിട്ട് ദിവസം തീരുന്നു. ടൈം മാനേജ്മെൻറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, അതിന് ഫോക്കസ് കൊടുക്കുക, നമ്മൾ കൃത്യമായിട്ട് പണി ചെയ്യാൻ വേണ്ടിയുള്ള സമയം കണ്ടെത്തുക. അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെയാണ് ഈ പുസ്തകം പോകുന്നത്. ആൻഡ് ഐ വുഡ് ഹൈലി റെക്കമെൻഡ് യു ടു റീഡ് ദിസ് ബുക്ക്. അദ്ദേഹം പറയുന്ന പോലെ തന്നെ പുസ്തകം വാങ്ങുകയാണെങ്കിൽ, ഞാൻ ലൈബ്രറിയിൽ നിന്നാണെങ്കിൽ ഈ 3 ആഴ്ച ലൈബ്രറിയിൽ പുസ്തകം വയ്ക്കാൻ പറ്റില്ല. അതും കൂടിയാണ് ഞാനിത് എല്ലാ ദിവസവും ഓരോ ചാപ്റ്റർ എന്നുള്ളത് വായിക്കൽ നടക്കാത്തതുകൊണ്ട്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഐ തിങ്ക് സ്പെൻഡ് 1 day 1 chapter and see how things shape for you. ഈ പുസ്തകം വായിക്കാതെ തന്നെ നിങ്ങൾ വേണേൽ പോഡ്കാസ്റ്റുകൾ ഒലിവർ ബർഗ്മാൻ്റെ യു ക്യാൻ സീ എ ലോട്ട് ഓഫ് കോൺവെർസേഷൻ ദാറ്റ് യു വുഡ് ഹാവ്. യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഹാവ് ഹിസ് കോൺവെർസേഷൻ അറ്റ്ലീസ്റ്റ് ടു ഗെറ്റ് എൻ ഐഡിയ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. മെഡിറ്റേഷൻസ് ഫോർ മോർട്ടൽസ്.